ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരാഴ്ചയിൽ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ആണ്. എന്തൊക്കെ സംഭവിച്ചു, ഈ ഒരാഴ്ച എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു, ന്യൂസ് എത്രത്തോളം എഫക്ട് ചെയ്തു, ഈ ഒരു കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ടെക്നിക്കലി ഉള്ള ഒരു അനാലിസിസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഹായ് ഹലോ, ദിസ് ഈസ് മിനദീം. വെൽക്കം ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. ലാസ്റ്റ് വീക്കിൽ വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ്റെ തമ്മിലുള്ള പ്രശ്നത്തിൽ മാർക്കറ്റ് എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പ്രശ്നം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യും, ഇനി കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് എത്രത്തോളം മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കറക്റ്റായിട്ട് എന്ന് പറയുമ്പോൾ ഞായറാഴ്ചയാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായത്. ഞായറാഴ്ച ആ ഒരു ന്യൂസ് വന്നു, അത് കറക്റ്റായിട്ട് തിങ്കളാഴ്ച എന്ത് ചെയ്തു, മാർക്കറ്റിൽ എഫക്റ്റ് ചെയ്തു. തിങ്കളാഴ്ച മാർക്കറ്റ് ഏകദേശം ഒരു 300 പോയിൻറ്റ്സ് എബവ് ആണ്, അത്രയും ഗ്യാപ്പ് തന്നിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ആ ഒരു ഓപ്പൺ ആയത് പുറമേ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്തിട്ടാണ് തിങ്കളാഴ്ച ഫുൾ ആ ഒരു തിങ്കളാഴ്ച എന്നുള്ള ഒരു ഫുൾ ഡേ മാർക്കറ്റ് നല്ലൊരു മൊമെൻറ്റത്തിലായിരുന്നു. ഏകദേശം 900 പോയിൻറ്റ്സോളം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് അപ്സൈഡ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചൊവ്വാഴ്ച ബുധനാഴ്ച ഈ 2 ദിവസങ്ങളിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് തിങ്കളാഴ്ച തന്നൊരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് പോയത്. അത് ബ്രേക്ക് ചെയ്തത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച മാർക്കറ്റ് ഈ 2025 തന്നെ നിഫ്റ്റിയുടെ ഹൈ എന്ന് പറയുമ്പോൾ 25,000 ക്രോസ് ചെയ്തിട്ടാണ് വ്യാഴാഴ്ച നമ്മൾ മാർക്കറ്റ് ക്ലോസ് ആയത്. ഈ വ്യാഴാഴ്ച മാർക്കറ്റ് ക്ലോസ് ആയതൊരു ഭയങ്കര ബുള്ളിഷ് സൈഡിലാണെങ്കിൽ പോലും ഇന്നലെ വെള്ളിയാഴ്ച മാർക്കറ്റ് ചൊവ്വാഴ്ചയും ബുധനാഴ്ച ഉണ്ടായതുപോലെ തന്നെ എന്തുണ്ടായി, വെള്ളിയാഴ്ച മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലോട്ട് പോയി. പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊരു ചെറിയൊരു മൂവ് തന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു 25,033 എന്നുള്ള ഒരു ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഏകദേശം 3-4 തവണ സെയിം ഏരിയയിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 25,000 അബോവ് ആണ്. അതൊരു പോസിറ്റീവ് സൈഡാണ്. ഇനി നമുക്ക് നമ്മുടെ ചാർട്ടിലോട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള നിയറസ്റ്റ് റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ എവിടെയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചാർട്ടിലോട്ട് പോവുകയാണ്. ചാർട്ടിലോട്ട് പോകുമ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇതിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനും എൻ്റെ പേഴ്സണലായിട്ടുള്ള അനാലിസിസുമാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ഇനി ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻസ്റ്റ് ചെയ്യാം. അത് നമ്മളെ യൂട്യൂബിൽ നമ്മളെ കമൻറ്റിലായിട്ട് നിങ്ങൾ അറിയിച്ചാൽ മതി. പക്ഷേ ഒരിക്കലും നേക്കഡായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഫോളോ ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും അവരവരുടെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും. സോ ഇത് ഞാൻ എൻ്റെ മാത്രം അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അനാലിസിസിലൂടെയാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഈ ഒരാഴ്ചയിൽ മാർക്കറ്റ് നമുക്ക് ഏകദേശം എത്ര പെർസെൻറ്റേജ് മൂവ് തന്നു എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കാം. കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2.95%, 2.9%ഓളം ഈ ഒരാഴ്ച എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് അപ്സൈഡ് മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 719 പോയിൻറ്റോളം മാർക്കറ്റ് അപ്സൈഡ് റാലി തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഡിസംബറിൽ ഏകദേശം ഒരു 5 മാസം മുന്നേ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തൊരു ഹൈ ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിന്നിട്ടുള്ളത്. അതൊരു മാർക്കറ്റിനൊരു പ്ലസ് സൈഡാണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡാണ്, പോസിറ്റീവ് സിഗ്നലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അത് ചിലപ്പം അടുത്ത ആഴ്ച തന്നെ നടന്നോളന്നുണ്ടാവില്ല, വരും ആഴ്ചകളിൽ ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യും. കാരണം ഇപ്പോൾ മാർക്കറ്റ് കറൻ്റ്ലി ഒരു അപ്സൈഡാണ്, അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡാണ്, ഒരു ബുള്ളിഷ് മൊമെൻ്റാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനാലിസിസിൽ എനിക്ക് പറയാനുള്ളത് ഒരു ബുള്ളിഷ് സൈഡിലോട്ടുള്ളൊരു മാർക്കറ്റിൻ്റെ അപ്സൈഡ് മൂവ് തന്നെയാണ്. മെയിനായിട്ടുള്ളത് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് നിന്നതുകൊണ്ട് മാർക്കറ്റിന് അടുത്ത ആഴ്ചയും ഒരു ബുള്ളിഷ് സൈഡ് കാണാൻ ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് കാര്യം നോക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, അത് ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് നോക്കുമ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കിൽ എന്തുണ്ട്, മാർക്കറ്റ് ഒരു ഡൗൺ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ക്യാൻഡിലായിരുന്നെങ്കിൽ പോലും മാർക്കറ്റ് തലേന്ന് വ്യാഴാഴ്ച നിന്നതിനേക്കാൾ താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, തിങ്കളാഴ്ച എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് അത്യാവശ്യം നല്ല ഒരു 300 പോയിൻറ്റിൻ്റെ മേലെ മാർക്കറ്റ് അപ്സൈഡ് ഗ്യാപ്പ് തന്നിട്ടാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് നമുക്കിപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഈ ഗ്രീൻ ക്യാൻഡിലാണ് എന്ത്, തിങ്കളാഴ്ചത്തെ ക്യാൻഡിൽ. ഇതിൽ നമ്മൾ ഈ ഒരു ദിവസത്തെ ക്യാൻഡിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ ഗ്യാപ്പും കൂടി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏകദേശം 940 പോയിൻറ്റ്സ് ആണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, മേലോട്ട് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തുണ്ടായി, ചൊവ്വാഴ്ച അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ഡൗൺഫോൾ തന്നു. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് എന്തുണ്ടായിരുന്നു, ആ ഒരു തിങ്കളാഴ്ച ക്രിയേറ്റ് ചെയ്ത റേഞ്ചിൽ തന്നെയായിരുന്നു മാർക്കറ്റ് നിന്നിരുന്നത്. ബുധനാഴ്ച ചെറിയൊരു അപ്സൈഡ് തന്നു, വ്യാഴാഴ്ച അത്യാവശ്യം നല്ലൊരു റാലി ആയിരുന്നു മാർക്കറ്റ് തന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 2025 പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു വ്യാഴാഴ്ച. വെള്ളിയാഴ്ച മാർക്കറ്റ് എന്ത് ചെയ്തു, എവിടെയാണോ ക്ലോസ് ചെയ്തത് ആ ഒരു റേഞ്ചിൽ നിന്ന് ഓപ്പൺ ആയി തുടങ്ങിയിട്ട്
മാർക്കറ്റ് വലിയ ഡൗൺഫോൾ തന്നിട്ടില്ല, ബട്ട് സ്റ്റിൽ ഒരു ചെറിയ ഒരു ഫോളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഫോളൊന്നുമില്ല. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 0.4% മാർക്കറ്റ് മൂവ് ആയിരുന്നെങ്കിൽ പോലും ക്ലോസ് ചെയ്തത് ഒരു 0.17%. അതൊരു വലിയ ഫോളോ കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഇപ്പോഴും മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിലോ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വീക്കിലും ഇപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അനാലിസിസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മൺഡേ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. ഗ്യാപ്പ് അപ്പിന് ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 എബോവ് തന്നെയാണ് സ്റ്റിൽ മാർക്കറ്റ് നിൽക്കുന്നത്. സോ അടുത്ത തിങ്കളാഴ്ച എന്തുണ്ടാവും, ഒരു ഗ്യാപ്പ് അപ്പിന് ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് ഏരിയാസ് എവിടെയൊക്കെയാണ്, ഇനി മാർക്കറ്റ് ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു റിവേഴ്സലിന് ചാൻസ് ഉള്ള ഏരിയാസ് എവിടെയൊക്കെയാണെന്നുള്ളതാണ്. അതിലിപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്, നമ്മളെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ 25,200 അടുത്ത് 25,200 ആണ് അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയാനുള്ളത് 25,500. അപ്പം ഇൻ കേസ് മാർക്കറ്റ് തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് അപ്പ് വന്ന് അത്യാവശ്യം ഒരു റാലി തന്നിട്ട് 25,200 ബ്രേക്ക് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത മാർക്കറ്റിൻ്റെ പോക്ക് 25,200 500 അപ്പം അതെപ്പോഴും ശ്രദ്ധിക്കുക. ഒരു മാർക്കറ്റിന് ഇപ്പോൾ കറൻ്റ്ലി ബുള്ളിഷ് ട്രെൻഡ് ആയതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് അപ്പും കൂടി തന്ന് 25,200 മേലെയാണ് തിങ്കളാഴ്ച ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഒരു ബുധനാഴ്ച ആയിട്ട് 25,500 മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് നോക്കാനുള്ളതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയാസ് അല്ലെങ്കിൽ സപ്പോർട്ട് സോൺസ് എവിടെയൊക്കെയാണെന്നുള്ളത്. ഇപ്പം എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. എന്ന് പറയുമ്പോൾ 24,500 ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് അത്യാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇവിടെ എന്തുണ്ടായി, മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഫസ്റ്റ് വന്ന് ഒരു 2 ദിവസം 3 ദിവസം ഏകദേശം മാർക്കറ്റ് ആ ഏരിയയിൽ തന്നെ നിന്ന് കളിച്ചു, തട്ടി അവിടുന്ന് താഴോട്ട് വന്നു, ആ ഒരു അങ്ങനെ ഇരുന്ന് നിന്നിരുന്നു. പക്ഷേ എന്തുണ്ടായി, തിങ്കളാഴ്ച അതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, ചൊവ്വാഴ്ച തിരിച്ചിറങ്ങി, ബുധനാഴ്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ബുധനാഴ്ച എന്ത് ചെയ്തു, മാർക്കറ്റ് ആ ഒരു റെസിസ്റ്റൻസിനെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. വ്യാഴാഴ്ചയും കറക്റ്റായിട്ട് എന്തുണ്ടായിട്ടുണ്ട്, ആ ഒരു ഏരിയനെ തന്നെ മാർക്കറ്റ് സപ്പോർട്ടായിട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോവുക ചെയ്ത്. സോ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഇപ്പോൾ അതാണുള്ളത്. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് ഏത്, 24,500 എന്നുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സപ്പോർട്ടായിട്ട് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഏരിയ ആണ്. നമ്മളെ അന്ന് ലാസ്റ്റ് വീക്കിൽ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലോൻ്റെ ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ആയിട്ട് ക്ലോസ് ചെയ്ത ഒരു ഏരിയ അതുമ്പോൾ 24,000 ഏകദേശം 500 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പാണ്. സോ മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ അടുത്തൊരു മൂവ്മെൻറ്റ് ഇങ്ങോട്ടുള്ളൂ. ചാൻസ് വളരെ കുറവാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ. മിക്കവാറും മേലക്കുള്ള ഒരു പോക്ക് എന്ന് പറയുമ്പോൾ 25,200 ക്രോസ് ചെയ്ത് അടുത്ത 25,500 പോക്കിനാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരാഴ്ച നെക്സ്റ്റ് വീക്കിൽ 25,500 എബോവ് മാർക്കറ്റ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് എന്താണ്, നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ ആണ്. ഈ ഓൾ ടൈം ഹൈയിലോട്ടുള്ള റാലിയിലാണ് ഇപ്പോൾ കറൻ്റ്ലി നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം എന്തുണ്ടാവും, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ എവിടെ ക്ലോസ് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. നമ്മളെന്തായാലും അതിന് ഒരു റിപ്ലൈ തരുന്നതാണ് കമൻറ്റിൽ കറക്റ്റായിട്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ നമ്മളൊരിക്കലും നിരസിക്കില്ല, കാരണം അതും വാലിഡാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പേഴ്സണലാണ്, അതുപോലെ എല്ലാവർക്കും അവരുടെ ഒപ്പീനിയൻസ് ഉണ്ടാവും. സോ അത് എന്തായാലും പറയണം, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങളെന്തായാലും അത് യൂട്യൂബിൽ അല്ലെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ നമ്മളെ SMKൻ്റെ ഇൻസ്റ്റാ പേജിലോ നിങ്ങൾക്ക് എങ്ങനെ അറിയിക്കാം. കാരണം നമ്മളെപ്പോഴും നിങ്ങളോട് ഓപ്പണാണ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് വീക്കിൽ 25,500 എബോവ് ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ഒരു ഓൾ ടൈം ഹൈ കാണാനുള്ളൊരു ഭാഗ്യം കൂടി ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചാർട്ട് നോക്കിയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസിൽ പറയാനുള്ളത്. പിന്നെ ന്യൂസ് എപ്പോഴും ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ന്യൂസിന് ഭയങ്കര വാലിഡിറ്റി ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ. ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഞാനെന്ത് പറഞ്ഞത്, നെക്സ്റ്റ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് പറഞ്ഞത്. ഈ ശനി ഞായർ എന്നുള്ള ദിവസങ്ങളുണ്ട്. ഈ ശനി ഞായറും എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസോ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്ന ന്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ എഫക്റ്റ് ചെയ്യും, യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ വീഡിയോ വരുന്ന സമയത്ത് എല്ലാവരും പിൻ്റെ അനാലിസിസ് കേട്ടുകൊണ്ട് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റും പ്രതീക്ഷിച്ച് തിങ്കളാഴ്ച എന്തെങ്കിലും ശനിയോ ഞായറോ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വന്നിട്ട് തിങ്കളാഴ്ച ഓപ്പൺ ആയി കഴിഞ്ഞ് തിങ്കളാഴ്ച ഒരു നെഗറ്റീവ് സൈഡിലോട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എല്ലാവരും കൂടി വന്ന് പറയരുത്
നിതീം സാർ അങ്ങനെ ഇരുന്നല്ലോ പറഞ്ഞിരുന്നത്, പക്ഷെ അങ്ങനെയല്ലല്ലോ ഓപ്പൺ ആയതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്, അങ്ങനെ ശനി ഞായർ ദിവസങ്ങളിൽ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും മാർക്കറ്റിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ, ഇപ്പം കറൻ്റ്ലി ഉള്ള മാർക്കറ്റ് സിറ്റുവേഷനിലുള്ള ഇത്രയും കാര്യങ്ങൾ, നമ്മളെ നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എവിടെയാണ്, നിയറസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയാസ് എവിടെയാണ് എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക, അടുത്തൊരു ഓൾ ടൈം ഹൈ എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുക. മാർക്കറ്റ് പോസിറ്റീവ് ആവട്ടെ, മാർക്കറ്റ് പോസിറ്റീവ് സൈഡിലോട്ട് പോവട്ടെ. കാരണം നമുക്കറിയാം ഒക്ടോബറിന് ശേഷം മാർക്കറ്റ് എത്രത്തോളം ഫോൾ ആയി എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മുതലാണ് മാർക്കറ്റ് ഒരു അപ്സൈഡ് ട്രെൻഡ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് സൈഡ് കാണിച്ചു തുടങ്ങിയത്. പക്ഷേ ഒരു 7 മന്ത്സോളം മാർക്കറ്റ് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരുന്നു. നമുക്കറിയാം പലവരും പോർട്ട്ഫോളിയോ പച്ച ഉണ്ടായിരുന്ന പോർട്ട്ഫോളിയോ ചുവപ്പായിട്ടുണ്ടാവും. ഇപ്പോൾ അത് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സോ നമുക്കെന്തായാലും എന്ത് ചെയ്യാം, ഒരു പുതിയ ഓൾ ടൈം ഹൈ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കാം. പിന്നെ ലാസ്റ്റായിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരിക്കലും ഒരാളുടെ ഒപ്പീനിയനും നേക്കഡായിട്ട് അല്ലെങ്കിൽ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. സ്വന്തമായിട്ട് അനലൈസ് ചെയ്യണം. എപ്പോഴും സ്വന്തമായിട്ടുള്ള അനാലിസിസിനാണ് എപ്പോഴും വാല്യൂ കൂടുതൽ. നമ്മൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ ഇമ്പ്രൂവ് ആവുള്ളൂ. ഒരിക്കലും ഞാൻ പറഞ്ഞു തന്ന അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു തന്ന അനാലിസിസ് കണ്ണും പൂട്ടി വിശ്വസിച്ച് അതിൽ മുന്നോട്ട് പോകുന്നതിൽ നമുക്കെന്തില്ല, ഗ്രോത്ത് ഇല്ല. സോ എല്ലാവരും പേഴ്സണലായിട്ടുള്ള അനാലിസിസ് എപ്പോഴും കീപ്പ് ചെയ്യുക, സ്വന്തമായിട്ട് അനലൈസ് ചെയ്യണം. ഞാൻ പറഞ്ഞത് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ അനാലിസിസിൽ നിങ്ങൾക്ക് തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം, കുഴപ്പമില്ല. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീക്ക്ലി അനാലിസിസ്. സൈനിങ് ഓഫ്.